ശശിധരൻ കർത്ത 2 തവണയായി വീണയ്ക്ക് വായ്പയായി നൽകിയ 50 ലക്ഷം രൂപ തിരിച്ചടച്ചതായി SFIO റിപ്പോർട്ട്. CMRL നിന്ന് പ്രതിഫലമായി ലഭിച്ച 2,78,00,000 രൂപയിൽ നിന്നാണ് 45 ലക്ഷം ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയിലേക്ക് തിരിച്ചടച്ചതായി SFIO റിപ്പോർട്ടിലെ ചാർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് CMRL ഓരോ തവണ പണം അയക്കുമ്പോഴും കൃത്യമായ ഇടവേളകളിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയിരുന്നതായും ചാർട്ടിലുണ്ട്. വീണയുടെ വായ്പാ തിരിച്ചടവിനായി CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖ. വീണയ്ക്ക് 5 ലക്ഷവും വീണയുടെ മാത്രം ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയുമാണ് പൊതുമേഖലാ സ്ഥാപനമായ CMRL ഓരോ മാസവും പ്രതിഫലമായി നൽകിയിരുന്നത്. 2017 CMRLുമായി വീണയുടെ കമ്പനി കരാർ ആരംഭിച്ചത്. 2017 മെയ് മുതൽ 2019 ജനുവരി വരെ CMRL നിന്ന് കിട്ടിയ തുകയാണ് എംപവർ ഇന്ത്യക്ക് കൈമാറിയത്. കർത്തയുടെ കടം വീട്ടിയതിനു പുറമെ 2,33,00,000 രൂപയാണ് വീണയ്ക്കും കമ്പനിക്കുമായി കിട്ടിയത്. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണയ്ക്കും CMRL പ്രതിഫലം നൽകിയിരുന്നു. 2020-21 ആയപ്പോഴേക്കും എക്സാലോജിക്ക് നഷ്ടത്തിലാകുകയും തുടർന്ന് കമ്പനി പൂട്ടുകയും ചെയ്തു. CMRL നിന്ന് കിട്ടിയ തുക വീണ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചില്ല എന്നതിന് തെളിവാണ് കമ്പനി പൂട്ടിയത്. ഈ സാഹചര്യത്തിൽ ആ പണം എവിടെ പോയി എന്നും ED അന്വേഷിക്കുന്നുണ്ട്. 2019 CMRLിൽ ആദായ നികുതി റെയ്ഡ് നടന്നത്. അതുവരെ എക്സാലോജിക്കിന് പണം നൽകിയിരുന്നു. 45 ലക്ഷം രൂപ ഈ സമയം എംപവർ ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നു. 2016 4 ലക്ഷം എക്സാലോജിക്ക് തിരിച്ചടച്ചതുകൂടി ചേർത്താൽ ആകെ 49 ലക്ഷം രൂപ എംപവർ ഇന്ത്യക്ക് വീണയുടെ കമ്പനി തിരിച്ചടച്ചു. 50 ലക്ഷം വായ്പ എടുത്തത് 12% പലിശയ്ക്കായിരുന്നു. എന്നാൽ പലിശ ഇനത്തിൽ 1 രൂപ പോലും എക്സാലോജിക്കിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. റെയ്ഡ് നടന്നില്ലായിരുന്നെങ്കിൽ ആ തുക കൂടി CMRLന്റെ ചെലവിൽ നൽകാമായിരുന്നു. ഇതിനിടെ രാഷ്ട്രീയ കേരളം ഇന്ന് ഉറ്റുനോക്കുന്നത് ഹൈക്കോടതിയിലേക്കാണ്. മാസപ്പിടി കേസിലെ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഇന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ജസ്റ്റിസ് വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വാദം കേട്ട ശേഷം മാസപ്പിടി കേസിന്റെ ഭാവി നിർണയിക്കും.